ക്രിയേറ്റീവ് ഹട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പ്രധാനപ്പെട്ട ഒരു സന്തോഷം ഉള്ള ഒരു കാര്യം എൻ്റെ കൂട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പ്രാവശ്യം ശബരിമലക്ക് പോയി. അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പം ഞാനതെല്ലാവരെയും അറിയിക്കണ്ടേ, അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടിട്ട് ശബരിമലയിൽ എത്തുന്നത് വരെയുള്ള, അതായത് ശരംകുത്തിയിലെത്തുന്നത് വരെയുള്ള വീഡിയോ ഇടാൻ പറ്റൂ, അത്രേ ഇട്ടിട്ടുള്ളൂ. ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ശരംകുത്തിയിലെത്തുന്നത് വരെയുള്ള. എന്ന് വെച്ചാൽ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, മൊബൈൽ ഫോൺ ഓഫാക്കി വെക്കാനെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ അതിന് ശേഷമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നിട്ടില്ല. നമുക്ക് തിരക്കല്ലുണ്ടെങ്കിലും ക്യൂ നിന്നിട്ട് ഇങ്ങനെ ഇതായിട്ടൊന്നും നിൽക്കേണ്ടി വന്നിട്ടില്ല. ക്യൂ ഇങ്ങനെ നീങ്ങിക്കൊണ്ടേ ഇരുന്നിട്ട് നമ്മളങ്ങനെ സന്നിധാനത്ത് കയറിയിട്ട് അയ്യപ്പൻ്റെ മുമ്പിൽ നമുക്ക് ഒരു മിനിറ്റ് നേരം ഒരു തിരക്കും ഇല്ലാണ്ട് ആരും ഉന്തും തള്ളോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് നമുക്ക് അയ്യപ്പനെ തൊഴുതിട്ട് ഇറങ്ങാൻ പറ്റി. അപ്പോൾ അത് നമുക്ക് ഒരു വലിയ കാര്യമല്ലേ. ഈ തിരക്കൊന്നും ഇല്ലാണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കുണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ഞായറാഴ്ച തിരക്കുണ്ടായിട്ടില്ല, അതിന് മാത്രം തിരക്ക് തിങ്കളാഴ്ച ഉണ്ടാകുന്നുണ്ട്. നമ്മൾ മല ഇറങ്ങുന്ന സമയത്ത് അത്രയും അയ്യപ്പന്മാർ മല കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് തോന്നി നമ്മൾ തന്നെ ഭാഗ്യവാന്മാരെന്ന്. അങ്ങനെ നമ്മൾ രണ്ട് പ്രാവശ്യം അയ്യപ്പനെ പോയിട്ട് ദർശനം നടത്തി. അത് കഴിഞ്ഞ് മൂന്നാമതൊരു പ്രാവശ്യവും കൂടി നമ്മൾ പോയി. അതാണ് ഏറ്റവും പ്രത്യേകതയുള്ളത്. നമുക്ക് 11 മണിക്ക് ഹരിവരാസനം ചൊല്ലിയിട്ട് അയ്യപ്പനെ ഉറക്കുന്നത് കാണാനും പറ്റി, ആ ചൊല്ലുന്നതിൽ പങ്കെടുക്കാനും പറ്റി. പിന്നെ നമുക്ക് അവിടുന്ന് തരുന്ന പ്രസാദം വാങ്ങാൻ പറ്റി. അങ്ങനെ ഇത് നടയിൽ അടച്ചതിൻ്റെ ശേഷമാണ് അവർ പാനകവും അപ്പവും വിതരണം ചെയ്യുന്നത്. അപ്പോൾ അത് തിരക്കിയിട്ടാണെങ്കിലും നമുക്കും കിട്ടി. അതും നമ്മളൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പോൾ ആ ഭാഗ്യമെല്ലാം ഞാൻ എല്ലാവരോടും എൻ്റെ കൂട്ടുകാരോടും അറിയിക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പിന്നെന്നാ ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്ത്രീകൾക്ക് ഇപ്പം ശബരിമലക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു പ്രായപരിധിയുണ്ട്. ഒരു 55 വയസ്സെല്ലാം കഴിഞ്ഞാലാണ് നമുക്ക് പോകാൻ പറ്റുന്നുള്ളൂ. നല്ല ആരോഗ്യത്തിൽ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ 55 വയസ്സ് കഴിഞ്ഞപാട് ഇങ്ങനെ ശബരിമല പോകണം എന്ന് ആഗ്രഹമുള്ള, അയ്യപ്പനെ കാണണം എന്ന് ആഗ്രഹമുള്ള ഓർഡർ 55 വയസ്സ് കഴിഞ്ഞപാട് അതിനുള്ള തയ്യാറെടുപ്പ് എടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ മല കയറ്റം എന്ന് പറയുന്നത് നല്ല ഈസി ആയിട്ട് കയറാൻ പറ്റുന്നതൊന്നുമല്ല. ഒരു 2-3 മണിക്കൂർ നേരത്തെ കയറ്റമുണ്ട്. അപ്പോൾ അത്രയും കയറ്റം കയറിയിട്ട് അങ്ങ് മേലെ എത്തിയിട്ട് അയ്യപ്പനെ കാണണമെങ്കിൽ എളുപ്പമല്ല, കുറച്ച് പ്രയാസം തന്നെയാണ്. അപ്പോൾ അന്നേരം എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ആരോഗ്യമുള്ളവരും തന്നെ പോവുക. കുറേ പ്രായം അങ്ങോട്ടാകും, കാത്തു നിൽക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനിയിപ്പം ഞാൻ ഇടുന്ന വീഡിയോ നമുക്ക് ഒന്ന് കാണാം പറ്റുന്നിടത്തോളം. അതായത് എന്തായാലും അയ്യപ്പനെ ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, പക്ഷേ നമുക്ക് പോകുന്ന യാത്ര ചെയ്യുന്ന മലയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്ന് കാണാം. നമ്മൾ നീലിമല കയറി, അപ്പാച്ചിമേട്, പിന്നെ ശബരിപീഠം, ശരംകുത്തി, പിന്നെയാണ് സന്നിധാനത്തെത്തുക. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണുക. എല്ലാവർക്കും കാണുന്നതും ഒരു സന്തോഷമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് ആ വീഡിയോ കാണാം. പോകുമ്പോൾ കെട്ട് നിറച്ചിട്ടല്ല പോയത്. നമ്മൾ പമ്പാ ഗണപതീൻ്റെ അടുക്ക് എത്തിയിട്ടാണ് കെട്ട് നിറയ്ക്കുന്നത്. ഈ കെട്ട് നിറയ്ക്കുന്ന വിശേഷങ്ങളും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അവിടെ എത്തിയിട്ടാകുമ്പോൾ തിരുമേനിമാർ അത് നിറച്ച് തരും. നമുക്കെന്നിട്ട് തലയിൽ വെച്ച് തരും, ഇരുമുടിക്കെട്ട് തലയിൽ വെച്ച് തരും. അവിടുന്ന് പിന്നെ നമ്മൾ മല കയറിക്കോളും. അതാണ്. അപ്പോൾ തലയിൽ കെട്ട് കാണാഞ്ഞിട്ട് പറയുമല്ലോ. അപ്പോൾ നമ്മൾ പമ്പയിലെത്തുമ്പോൾ ഒന്നും കെട്ടില്ലല്ലോ തലയിൽ, പിന്നെ അവിടെ നിന്നല്ലേ നിറച്ചിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം പറയുന്നത്. പമ്പാ ഗണപതീൻ്റെ മുന്നിൽ പോയിട്ടാണ് കെട്ട് നിറച്ചിന്. ഓക്കെ. ശബരിമാമല വാഴും ശാസ്താവേ നിന്നെ കാണേണം. ശരണമേവനം അരുളിടും നിന്റെ ചരണത്തിൽ ഞങ്ങൾ ചേരേണം. ശബരിമാമല വാഴും ശാസ്താവേ നിന്നെ കാണേണം.
ശരണമേവനും അരുളിടും നിന്റെ ചരണത്തിൽ ഞങ്ങൾ ചേരേണം. ഹരിഹരപുത്ര ശ്രീ ശബരീശ കരിമുഖ സോദരനേ ശരണം. കലിയുഗ വരദ കാനനവാസ കദന വിനാശകനേ ശരണം. ഹരിഹരപുത്ര ശ്രീ ശബരീശ കരിമുഖ സോദരനേ ശരണം. കലിയുഗ വരദ കാനനവാസ കദന വിനാശകനേ ശരണം. സത്യസോപാനം പത്തുമെട്ടിനും തത്വമാനേവും സ്വാമിയേ. സത്യസോപാനം പത്തുമെട്ടിനും തത്വമാനേവും സ്വാമിയേ. ആദിവ്യാധികൾ തീർത്തു നീ എന്നും കാത്തുകൊള്ളണേ ഞങ്ങളെ. ആദിവ്യാധികൾ തീർത്തു നീ എന്നും കാത്തുകൊള്ളണേ ഞങ്ങളെ. ഹരിഹരപുത്ര ശ്രീ ശബരീശ കരിമുഖ സോദരനേ ശരണം. കലിയുഗ വരദ കാനനവാസ കദന വിനാശകനേ ശരണം. ഹരിഹരപുത്ര ശ്രീ ശബരീശ കരിമുഖ സോദരനേ ശരണം. കലിയുഗ വരദ കാനനവാസ കദന വിനാശകനേ ശരണം. വിശ്വമോഹന ജ്യോതിയായി മിന്നും വശ്യപാവന ധാമമേ. വിശ്വമോഹന ജ്യോതിയായി മിന്നും വശ്യപാവന ധാമമേ. നിത്യം നിന്നാമം ചൊൽവാനായെങ്കിൽ തപ്തമീ ജന്മം ധന്യമേ. നിത്യം നിന്നാമം ചൊൽവാനായെങ്കിൽ തപ്തമീ ജന്മം ധന്യമേ. ഹരിഹരപുത്ര ശ്രീ ശബരീശ കരിമുഖ സോദരനേ ശരണം. കലിയുഗ വരദ കാനനവാസ കദന വിനാശകനേ ശരണം. ഹരിഹരപുത്ര ശ്രീ ശബരീശ കരിമുഖ സോദരനേ ശരണം. കലിയുഗ വരദ കാനനവാസ കദന വിനാശകനേ ശരണം. ശബരിമാമല വാഴും ശാസ്താവി നിന്നെ കാണേണം. ശരണമേവനും അരുളിടും നിന്റെ ചരണത്തിൽ ഞങ്ങൾ ചേരേണം. ശബരിമാമല വാഴും ശാസ്താവി നിന്നെ കാണേണം. ശരണമേവനും അരുളിടും നിന്റെ ചരണത്തിൽ ഞങ്ങൾ ചേരേണം. ഹരിഹരപുത്ര ശ്രീ ശബരീശ കരിമുഖ സോദരനേ ശരണം. കലിയുഗ വരദ കാനനവാസ കദന വിനാശകനേ ശരണം. ഹരിഹരപുത്ര ശ്രീ ശബരീശ കരിമുഖ സോദരനേ ശരണം.
ശബരിമാമല വാഴും ശാസ്താവെ നിന്നെ കാണേണം. ശരണമേവനം അരുളിടും നിന്റെ ചരണത്തിൽ ഞങ്ങൾ ചേരേണം. ശബരിമാമല വാഴും ശാസ്താവെ നിന്നെ കാണേണം. ശരണമേവനം അരുളിടും നിന്റെ ചരണത്തിൽ ഞങ്ങൾ ചേരേണം. ഹരിഹരപുത്ര ശ്രീ ശബരീശ കരിമുഖ സോദരനേ ശരണം. കലിയുഗ വരദ കാനനവാസ കദന വിനാശകനേ ശരണം. ഹരിഹരപുത്ര ശ്രീ ശബരീശ കരിമുഖ സോദരനേ ശരണം. കലിയുഗ വരദ കാനനവാസ കദന വിനാശകനേ ശരണം. സത്യസോപാനം പത്തുമെട്ടിനും തത്വമേവും സ്വാമിയേ. സത്യസോപാനം പത്തുമെട്ടിനും തത്വമായി മേവും സ്വാമിയേ. ആദിവ്യാധികൾ തീർത്തു നീ എന്നും കാത്തുകൊള്ളണേ ഞങ്ങളെ. ആദിവ്യാധികൾ തീർത്തു നീ എന്നും കാത്തുകൊള്ളണേ ഞങ്ങളെ. ഹരിഹരപുത്ര ശ്രീ ശബരീശ കരിമുഖ സോദരനേ ശരണം. കലിയുഗ വരദ കാനനവാസ കദന വിനാശകനേ ശരണം. ഹരിഹരപുത്ര ശ്രീ ശബരീശ കരിമുഖ സോദരനേ ശരണം. കലിയുഗ വരദ കാനനവാസ കദന വിനാശകനേ ശരണം. വിശ്വമോഹന ജ്യോതിയായി മിന്നും വശ്യപാവന ധാമമേ. വിശ്വമോഹന ജ്യോതിയായി മിന്നും വശ്യപാവന ധാമമേ.